ആശ്വാസ തീരുമാനവുമായി ഇറാൻ വരുന്നു. അതായത് ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന 2 ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഇന്ത്യയെ സംബന്ധിച്ച് നിലവിലത്തെ സാഹചര്യമൊക്കെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടാണല്ലോ കഴിഞ്ഞ മിനിറ്റുകളിലൊക്കെ എങ്ങനെയാണ് വാതകക്ഷാമം നമ്മളെ ബാധിക്കുന്നതെന്ന്. അപ്പോൾ അതിനൊക്കെ ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് കരുതുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബാലഗോപാൽ, 2 കപ്പലുകൾ അത് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ എത്ര സമയമെടുക്കുന്നതാണ്? ഒപ്പം നമ്മൾ ഇറാൻ്റെ ഒരു നാവിക കപ്പലിന് കൃത്യമായ സുരക്ഷിതത്വം ഒരുക്കി കൊച്ചിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയുള്ള എല്ലാ കപ്പലുകൾക്കും കൂടി ഈ ഒരു അനുമതി ബാധകമാകുമോ അടുത്ത ദിവസങ്ങളിൽ? ദിവിഷ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമാകുന്ന കാര്യമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ഫലം കണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് ഇന്ത്യൻ കപ്പലുകൾ ഈ ഇന്ധനവും അതുപോലെ തന്നെ എണ്ണയും ഉൾപ്പെടെ കൊണ്ടുവരേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അത് ഉണ്ടായില്ല എങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഈ ടെലിഫോണിൽ ആശയവിനിമയം നടത്തിയിരുന്നത്. ഈ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാൻ ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിലൂടെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. പരിമൾ, പുഷ്പക് എന്നീ 2 കപ്പലുകൾക്കാണ് ഇപ്പോൾ ഇറാൻ ഈ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ വേണ്ടി അനുമതി നൽകിയിരിക്കുന്നത്. ഇത് എപ്പോൾ ഇന്ത്യയിൽ എത്തുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു വിവരമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിലെയും അതുപോലെ തന്നെ യൂറോപ്പിലേക്കും ഇസ്രയേലിലേക്കുമുള്ള ചരക്ക് കപ്പലുകൾക്ക്, അതായത് എണ്ണ ഉൾപ്പെടെ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഉള്ള വിലക്ക് തുടരുമ്പോഴാണ് ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക്, ഇന്ത്യയിലേക്ക് വരുന്ന പരിമൾ, പുഷ്പക് എന്നീ 2 കപ്പലുകൾക്ക് ഇപ്പോൾ ഇറാൻ ഈ അനുമതി നൽകിയിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു വിജയവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന കാര്യമാണ്. കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് ഹോർമുസ് കടലിടുക്ക് വഴി കൊണ്ടുവരാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോഴുണ്ടാകുന്ന, അതായത് നമ്മളൊക്കെ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ പാചകവാതത്തിനും അതുപോലെ തന്നെ പെട്രോളിലേക്കുമൊക്കെ വരും ദിവസങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രതിസന്ധി ഒരു പരിധി വരെ കടക്കാൻ വേണ്ടി, തരണം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ദിവിഷ്, ബാലു, കഴിഞ്ഞ ദിവസമുള്ള ഏകദേശം റഷ്യയിൽ നിന്ന് അടക്കമുള്ള കപ്പലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ മിനിറ്റുകളൊക്കെ കേരളത്തിലെ സാഹചര്യങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ബംഗളൂരുവിലും എല്ലായിടത്തും ഈ ഹോട്ടലുകളിൽ പ്രതിസന്ധിയാണ്, അടുക്കളകളിൽ അടുപ്പെരിയുമോ എന്നുള്ള ആശങ്കയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ വരുന്ന കപ്പലുകൾ കൊണ്ട് നമുക്ക് എത്ര വേഗത്തിൽ അല്ലെങ്കിൽ എത്ര അളവിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും? എത്ര ദിവസം എടുക്കും ഇതൊരു സാധാരണ നിലയിലേക്ക് ആകാനെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്? പശ്ചിമേഷ്യയിലെ സാഹചര്യം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു ധാരണയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു ദിവസം പറയുന്നു യുദ്ധം അവസാനിക്കാൻ വേണ്ടി പോകുന്നു, മറ്റൊരു ദിവസം അദ്ദേഹം പറയുന്നു അല്പം കൂടി നീണ്ടു നിൽക്കുമെന്ന് പറയുന്നു, ഒരു ദിവസം തന്നെ 2 തരത്തിലേക്ക് അദ്ദേഹം അഭിപ്രായമൊക്കെ പറയുകയാണ്. അതുകൊണ്ട് അത് ഇന്ത്യയുടെ കൈകളിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലോ ഒന്നും നിൽക്കുന്ന വിഷയമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂട്ടുക എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഏതാണ്ട് 45%-ലധികം റഷ്യൻ ഇറക്കുമതിയിൽ 45%-ഓളം വർധനവ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന കണക്കുകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി, അങ്ങനെ പറയുമ്പോൾ പോലും ഈ പാചകവാതത്തെ സംബന്ധിച്ചും LNGയെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമുസ് കടലിടുക്ക് വഴി പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ കൊണ്ടുവരിക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. ഒരു ഭാഗത്ത് റഷ്യൻ എണ്ണ വാങ്ങുക, മറുഭാഗത്ത് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിലൂടെ അവിടെ നിന്ന് എണ്ണകൾ കൊണ്ടുവരാൻ വേണ്ടി ഹോർമുസ് കടലിടുക്കിലൂടെയൊക്കെ ഉള്ള ഇന്ത്യൻ കപ്പലുകളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുക. ഈ 2 സാധ്യതകളാണ് സർക്കാർ ചെയ്യുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ഇന്നലെ ഒരു കാര്യം രാജ്യത്തോടായി തന്നെ പറയുകയുണ്ടായി. ഒരു പാനിക് ബൈയിങ് എന്നും ഇതുമായി ബന്ധപ്പെട്ട് ഈ പാചകവാതത്തിൻ്റെ ഒന്നും കാര്യത്തിൽ വേണ്ട, ഇന്ത്യക്ക് കൃത്യമായ ഒരു നയമുണ്ട്. ആ നയത്തിൻ്റെ നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്ന, അല്ലെങ്കിൽ തരണം ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന പ്രതീക്ഷ പ്രധാനമന്ത്രി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഏറ്റവും സുപ്രധാന, നയതന്ത്ര തലത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കം, ഈ സർക്കാർ നടത്തിയ നീക്കത്തും ഇപ്പോൾ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത്. ആ കപ്പലുകൾ വൈകാതെ തന്നെ ഇന്ത്യയിൽ എത്തുമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്.